കർത്താവിന്റെ പരിശുദ്ധമാകുന്ന നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലം പ്രാർത്ഥനത്തിനിടെ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ ഞങ്ങൾ കർത്താവിന്റെ സാക്ഷിയായി നൽകാൻ ദൈവം ഒരുക്കാൻ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് തൽക്കാലത്തേക്ക് പാസ്നേജിലല്ല ഇപ്പോൾ താമസിക്കുന്നത്. ദേവദാസിക്ക് ഉണ്ടായതായ പ്രയാസത്തിൽ ഇപ്പോൾ പാസ്നേജിന്റെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് നെറ്റ്വർക്കിന്റെ അല്പമായ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വളരെ നല്ല നിലയിൽ സഹകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ദൈവദാസി ദൈവം ചെയ്ത അനുഭവങ്ങൾ പറയുന്നതായിരിക്കും. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഫെബ്രുവരി 5-ാം തീയതി അല്ലെങ്കിൽ ഉണ്ടായ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങളായിരുന്നു. കർത്താവ് മുൻ നിർണയിച്ചതുപോലെ അടിയന്റെ ജീവിതത്തിന്മേൽ നിങ്ങൾ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രകാരം അടിയന്റെ ജീവിതത്തിന്മേൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ചർച്ചിൽ ഒരു സഹോദരന്റെ ഭവനത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വളരെ സ്പീഡിൽ 2 ട്രക്കുകൾ കടന്നു വന്നു. സ്പീഡ് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ സൈഡിലോട്ട് ഒതുക്കിയതാണ്. പെട്ടെന്ന് കാതുകളിൽ ഒരു ശബ്ദം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. ഞാനത് കാതുകൾ കേട്ടു. അത് ഞാൻ വായി കൊണ്ട് അത് ഏറ്റു പറഞ്ഞു. ഏറ്റു പറഞ്ഞത് മാത്രം അറിയാം. ഓൺ ദ സ്പോട്ട് ട്രക്ക് വന്ന് ഇടിച്ചു. ഞങ്ങൾ പാസ്റ്റർ ബൈക്കിന്റെ അടിയിലും ഞാൻ ട്രക്കിന്റെ അടിയിലുമായി. ഞാൻ മൂടിടിച്ച് ഒരു സൈഡ് ഇങ്ങനെ നിരങ്ങിയാണ് ട്രക്കിന്റെ അടിയിലോട്ട് പോകുവാൻ ഇടയായി തീർന്നത്. ഞാൻ അങ്ങനെ ബാക്കില് 2 കൈമുട്ടുകളും കൊടുത്ത് തല പൊക്കി ഒന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോഴത്തേക്കും ട്രക്കിന്റെ വീലുകൾ എല്ലാം സെക്കൻഡുകൾ നടന്നു. ട്രക്കിന്റെ വീല് കാലിൽ കൂടെ കയറി ഇറങ്ങുന്നത് തല പൊക്കിയ നിമിഷം കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അതുവരെ എനിക്ക് ചലനം ശരീരം മുഴുവനും ഓക്കെ ആണെന്ന് വിചാരിച്ച സമയത്ത് പെട്ടെന്ന് ട്രക്കുകൾ കയറി ഇറങ്ങിയ സമയം ശരീരം മുഴുവനും ചലനം അറ്റുപോയ അവസ്ഥയായിരുന്നു. എന്നാൽ വലിയ ദൈവം വീണ്ടും വളരെ പ്രയാസങ്ങൾ, ഹൃദയം നുറുകിയ വേദനകൾ, വിങ്ങലുകളൊക്കെ ഉണ്ടായ സമയത്തും കാതുകളിൽ ഇതേ ശബ്ദം, വചനത്തിന്റെ ശബ്ദം വീണ്ടും അലടിച്ചു കൊണ്ടേയിരുന്നു. ഞാൻ ഏറ്റു പറഞ്ഞു, എനിക്കറിയാം എന്തോ ഗുരുതരമായി എനിക്ക് സംഭവിച്ചു. പാസ്റ്റർ ബൈക്കിന്റെ ഇടയിൽ നിന്ന് ആൾക്കാർ വലിച്ചെടുത്തു. ബൈക്ക് പൊക്കി വാസിനെ എടുത്തു. ഓടി എന്റെ അടുത്ത് വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ജനുവരി 30 ആയപ്പോൾ ഞാൻ ഞങ്ങളുടെ കുടുംബജീവിതം 21 വർഷം പൂർത്തീകരിച്ച നിമിഷമായിരുന്നു. 21 വർഷം ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ പേര് ഗുജറാത്തിലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വാക്യം കേട്ടതിന് ശേഷം ഇങ്ങനെ സംഭവിക്കുമോ, ഇതാണ് എന്നുള്ളൊരു അർത്ഥമൊന്നും എന്റെ ജീവിതത്തിൽ മനസ്സിലായില്ല. പക്ഷെ എന്നെ ട്രക്കിന്റെ അടിയിൽ നിന്ന് ആൾക്കാരെല്ലാം വലിച്ചെടുത്തപ്പോഴത്തേക്കും ബെഞ്ചി മരിച്ചുപോയി എന്നാണ് അവര് എന്റെ കാതുകളിൽ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നത്. പെട്ടെന്ന് ആംബുലൻസ് വന്നു, കയറ്റി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് തലയ്ക്കും കഴുത്ത് തൊട്ടും 2 കൈ മാത്രം അനങ്ങുന്നുണ്ട്, ബാക്കിയൊന്നും ചലനമില്ലാത്തതുപോലെ ആയിരിക്കുന്ന ഒരവസ്ഥ. പെട്ടെന്ന് ദേഹം മുഴുവൻ നീര് വെച്ച് വീർത്ത് വരുന്നു. എനിക്ക് താങ്ങാൻ അപ്പുറമായിട്ട് ബലൂൺ പോലെ ശരീരം ഇങ്ങനെ വീർത്ത് വരുന്ന ഒരവസ്ഥയായിരുന്നു. ശരീരം മുഴുവനും സഹിക്കാൻ പറ്റാത്ത വേദന. 1/2 മണിക്കൂർ കൊണ്ട് 40 മണിക്കൂർ ദൂരമുള്ള മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുവാൻ ഇടയെത്തുന്ന അവിടെ ചെന്ന് അനേക ദൈവമക്കളെയും കൂട്ടത്തോടെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് ഗുജറാത്തിൽ പറഞ്ഞ ആളുകൾ പറഞ്ഞ വിഷയം തന്നെയാണ് എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ഒരു കയ്യിൽ ട്രിപ്പും ഒരു കയ്യിൽ ബ്ലഡും കയറ്റി അവർ മെഡിക്കൽ കോളേജിലാവുന്നിടത്തോളം അവർ പല ടെസ്റ്റുകൾക്കും വിധേയമായി. MRI സ്കാൻ, CT സ്കാൻ, സോണോഗ്രാഫി ഒക്കെ ചെയ്തു. അവർക്കും കാലുകളുടെ പരുവം അവസ്ഥ കണ്ടപ്പോൾ അവർക്കും അസാധ്യമാണെന്ന് തോന്നുവാൻ ഇടയായി തീർന്നു. അതൊക്കെ ഞാൻ കേൾക്കാൻ ഇടയായി തീർന്നു. സർജറി ചെയ്താലും ഇത് സക്സസ് ആവുകയില്ല എന്ന് അവര് പറയുന്നത് എനിക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. അത്രമാത്രം വികൃതമായിരുന്നു എന്റെ കാലുകൾ. അസ്ഥികൾ വേറെ, മാംസം വേറെ, അങ്ങനെ വികൃതമായി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള രൂപമായിരുന്നു എന്റെ കാലുകൾക്ക്. അവിടെ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അസാധ്യമായത് കൊണ്ടായിരിക്കാം വേറെ ഹോസ്പിറ്റലിലേക്ക് എന്നെ 2.5 മണിക്കൂർ ദൂരമുള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. അവിടെ ചെന്നപ്പോൾ അവർക്കും അസാധ്യമാണ്, കാരണം ആ കാലിന്റെ പ്രകൃതി അത്രമാത്രമായിരുന്നു. എന്നാൽ അവർ പിറ്റേന്ന് രാവിലെ തീരുമാനിച്ചു, 6-ാം തീയതി 6:30 തീരുമാനിച്ചു സർജറി ചെയ്യാമെന്ന്. 6 വിദഗ്ധ ഡോക്ടർമാരുടെ താല്പര്യപ്രകാരമാണ് ചെയ്തത്. വളരെ 3 മണിക്കൂർ നീണ്ട മേജർ സർജറി ആയിരുന്നു. എന്നാൽ ലലിയാസുദ്രം അവർക്കും സംശയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സർജറി കാലുകൾ മുറിച്ച് കളയണമെന്ന് എന്റെ ഇടയിൽ ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കുവാൻ ഇടയായി തീർന്നു. എങ്കിലും ഈ പ്രായത്തിൽ മുറിക്കരുത് എന്നുള്ള തീരുമാനം അവരുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടായിരിക്കാം അവർ ആ സർജറിക്ക് വിധേയമായത്. അതിനുശേഷം
അതിന് 41 മണിക്കൂർ ഒബ്സർവേഷൻ വെക്കുവാൻ ഇടയായി തീർന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ അഡ്മിറ്റ് ആയ ഒരവസ്ഥ. രണ്ട് കൈകളിലും ഇഞ്ചക്ഷനൊക്കെ കയറ്റി പല പല ഓരോ ഇഞ്ചക്ഷനും കയറ്റുമ്പോഴും ഭയങ്കരമായ വേദന. ഇച്ചിരി നേരം വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞത് എന്നോട് പറയുന്നുണ്ട്. പുകച്ചിലുകൾ, വേദനകൾ നിറഞ്ഞ നിമിഷങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ ഇടയിൽ 2 ദിവസത്തിനുള്ള അറിയാൻ ഇടയായിരുന്നു. എന്റെ കിഡ്നി തകരാറിലായി, പൊട്ടലുണ്ട്, ലിവറിന് പ്രോബ്ലം ഉണ്ട്, ശരീരം മുഴുവൻ ബ്ലഡ് ഇൻഫെക്ഷൻ ആയി. അതിന്റെ ഇടയിൽ ബാക്ക് സൈഡിലായിട്ട് 5 സ്ഥലത്താണ് പൊട്ടലുകൾ ഉണ്ടായത്. 2 ഹിപ്സിനും ഉണ്ടായി, 2 വാരിയലുകൾക്ക് ഉണ്ടായി, നട്ടലിന് മുട്ടിലുണ്ടായി. വയറിന്റെ ഇടത് ഭാഗം ഒരു സൈഡ് മുഴുവനും ഒരു നമ്മൾ കഴിക്കുന്ന തേങ്ങ എങ്ങനെ ചീകി ചെത്തി കളയുമോ അതിന്റെ മണ്ടഭാഗം വെള്ളം കുടിക്കാൻ വേണ്ടി അതുപോലെ ഒരു ഭാഗം മുഴുവനും ചീകി പോയ ഒരവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ വയറ് നീടി വെച്ച് വളരെയധികം തീരുമാന അന്തരീക്ഷങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നില് അല്ലെങ്കിൽ അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ, മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങളൊക്കെയും ലോകമെമ്പാടും അടിയന് വേണ്ടി എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പല വിഷയങ്ങൾ പറയുമ്പോൾ നമുക്കെന്ന പോലെ പ്രാർത്ഥിക്കുന്നു പറയുമായിരുന്നു. എന്നാൽ അടിയന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഐസിയുവിന്റെ തീരമായ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളൊക്കെ ശരീരത്തിൽ കയറിപ്പോൾ ശരീരം മുഴുവനും അവിടെ അസ്ഥികളൊക്കെ പൊട്ടലുകളൊക്കെ ഉണ്ടായപ്പോൾ വേദന എന്താണെന്നോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇടയായിത്തീർന്നു. എങ്കിലും അല്ലെങ്കിൽ അതെല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥനയുടെ ഫലമായി മരണത്തിന് താഴെ കൂടെ കടന്നു പോയപ്പോഴും അനർത്ഥ വ്യസന കാരണമായി തീരാതെ വണ്ണം അനവധി കഷ്ടങ്ങൾ അനർത്ഥങ്ങൾ കാണുമാറാക്കിയെങ്കിലും അല്ലെങ്കിൽ ആ സ്വതന്ത്രം അടിയനെ ജീവനോടെ ശേഷിപ്പിക്കാൻ ദൈവം കൃപ തന്നു. അല്ലെങ്കിൽ ആ കാതുകളിൽ കേട്ട പ്രകാരം അല്ലെങ്കിൽ അന്തിമ വിശ്വസ്തയോടെ നിലനിൽപ്പാൻ, വചനത്തിന്റെ ഭയഭക്തിയോടെ നിലനിൽപ്പാൻ, അല്ലെങ്കിൽ ആ ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർദ്ധിച്ചുകൊണ്ട് അനേക സാക്ഷിയെ തിരുവ ഈ ദൈവം നമ്മളെ ജീവരുദ്ധം വഴി നടത്താൻ ശക്തി എന്നുള്ള ഉറപ്പ് കൈ കടന്നു പോയാലും നമ്മൾ ഒരു നാടും കൈവിടാത്ത ദൈവം, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, സമാധാനം തരുന്ന ദൈവം, സ്നേഹത്തലോടുകൾ കൊണ്ട് നമ്മളെ ചാരത്തടയുന്ന ദൈവം. ആദ്യം തന്നെ 3 പാട്ടുകൾ പാടുവാൻ ഇടയായിത്തീർന്നല്ലോ. എത്ര കാത്തു പരിപാലിക്കുന്ന ദൈവം, കരുണാസമ്പന്ന ദൈവം. അല്ലെങ്കിൽ ഈ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടിയില്ല. ആ ദൈവത്തെ നോക്കി നമുക്ക് ജീവിക്കാം. കർത്താവിന്റെ വരവിൽ ഏറ്റവും താമസമില്ല. വരുമ്പോൾ നമുക്കും എപ്പോഴും ഒരുക്കമുള്ളവരായി തീരുവാൻ അല്ലെങ്കിൽ ഒരുങ്ങിയിരിക്കാം. എല്ലാവർക്കും ദൈവം നന്ദി അറിയിച്ചുകൊണ്ട് സാക്ഷി നിൽക്കുന്നുള്ളൂ. ദേവദാസയുടെ ജീവിതത്തില് ദൈവം ചെയ്ത ആ സാക്ഷി നിങ്ങൾ കേൾക്കുകയായാലോ. ഫെബ്രുവരി മാസം 5-ാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. ഞങ്ങളുടെ സഭയുള്ള ഒരു ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് 2 ട്രക്ക് അത് കോമ്പറ്റീഷൻ പോലെ മത്സരിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ സൈഡിലോട്ട് മാറുമ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്താ സംഭവിച്ചത്, എങ്ങനെ സംഭവിച്ചു ഒന്നും അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് കർത്താവിന്റെ ദൃശ്യമാകരെ ഞങ്ങളെ താങ്ങി. ഇന്ന് ഞങ്ങളായിരിക്കുന്നത് കർത്താവിന്റെ കൃപയൊന്ന് മാത്രമാണ്. ആ ട്രക്ക് നിമിഷിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ദാസി കൂടി ദൈവാദം കേൾപ്പിച്ച ആ ശബ്ദം ഞങ്ങളെ ഇന്നും ബലപ്പെടുത്തുവാനായി. ഈ നിമിഷം തന്നെ ജാംനഗറിൽ രാജ്കോട്ട് ഈ 2 സ്ഥലത്തുള്ള അനേക ദൈവദാസന്മാരും ദൈവമക്കളും അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാനായി. പ്രാർത്ഥന മാനേജിംഗ് കൗൺസിലുള്ള എല്ലാ ചാപ്റ്ററിലും എല്ലാ പ്രാർത്ഥനാ സഹായികളും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായി. ജാംനഗറിലെ മലയാളി അസോസിയേഷന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഒന്ന് കാണുകയും എല്ലാ കാര്യങ്ങളും ക്രമീകരണമൊക്കെ ചെയ്യുവാനായി. മാത്രമല്ല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ കൗൺസിലിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. മറ്റ് സഭാ സംഘടനകൾ, മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാനായി. എല്ലാ നിലകളിലും ഞങ്ങളോട് കാണിച്ച എല്ലാ ആത്മീയ ഭൗതിക കൂട്ടായ്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. മാത്രമല്ല പ്രാർത്ഥനയുടെ പ്രഭാത പ്രാർത്ഥന ദിവസവും മുടങ്ങാതെ വുമൺ പ്രേയർ ഫെലോഷിപ്പ് സഹോദരിമാരുടെ പ്രാർത്ഥന, എല്ലാ രാജ്യങ്ങളിലുള്ള സഹോദരന്മാരുടെ പ്രാർത്ഥനകളുടെ മുടങ്ങാതെ ശക്തമായി തന്നെ പ്രാർത്ഥിപ്പടയായി. നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഫലം ഒന്ന് മാത്രമാണ് ഇന്ന് ഞങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത്. വീണ്ടും പ്രാർത്ഥന ഞങ്ങളെ ഓർക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.